തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ, അദ്ദേഹത്തിന്റെ പേരിൽ കൊല്ലം മയ്യനാട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. അതിന്റെ നിർമ്മാണ രീതിയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ആ പഴമയൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടുത്തെ അധികൃതർ. സാധാരണക്കാരും മത്സ്യത്തൊഴിലാളികളും ഏറെയുള്ള പ്രദേശം മയ്യനാട്. ജനങ്ങളുടെയും തിരുവിതാംകൂർ ഭരണാധികാരികളുടെയും സഹായത്തോടെ 1948 സ്ഥാപിച്ചതാണ് ഇവിടുത്തെ ആശുപത്രി. 1957 സി കേശവന്റെ നേതൃത്വത്തിൽ ആശുപത്രി വിപുലീകരിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ രോഗമകറ്റുന്ന കേന്ദ്രമായി അങ്ങനെ മയ്യനാട്ടെ ആശുപത്രി മാറി. 70 രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞ രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ആശുപത്രിയുടെ പിൻഭാഗത്തേക്ക് വന്നാൽ ആ അവസ്ഥകളൊന്ന് കാണാം. ഈ പച്ചപ്പ് ആരും നട്ടുവളർത്തിയതല്ല. ഇവിടുത്തെ അധികാരികളുടെ അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. മേൽവാർഡും ഫീമെയിൽ വാർഡും ഒക്കെ അടങ്ങുന്ന കെട്ടിടത്തിന്റെ പുറത്തെ അവസ്ഥയാണ്. ഈ കമ്പികളൊക്കെ തന്നെ പുറത്തേക്ക് തള്ളി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് പാളികൾ അടർന്ന് വീണിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ആശുപത്രി ഓഫീസിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബോർഡുണ്ട്. അതിൽ പറയുന്നത് ആശുപത്രിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കൊതുകുകൾ വളരാനുള്ള സംവിധാനം ഒരുക്കാതിരിക്കുക. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടത് ഇവിടുത്തെ ആശുപത്രിക്കുള്ളിലുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കിൽ കൊതുകുകൾ മുട്ടയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെയും അതുപോലെ തന്നെ ലബോറട്ടറിയുടെ ഒക്കെ തന്നെ പിൻഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ കക്കൂസിലെയും മൂത്രപ്പുരയിലെയും ഒക്കെ തന്നെ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി അണുക്കൾ വമിക്കുന്ന ഒരവസ്ഥയാണ്. മൂക്ക് പൊത്താതെ ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ആശുപത്രിയിലെ പരിപാടിയാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സമയത്ത് സ്ഥാപിച്ച കട്ടിലുകളാണ്. ഇതാണ് അവസ്ഥ. സ്പോഞ്ചൊക്കെ തന്നെ പുറത്തേക്ക് വന്ന് പൂർണ്ണമായും തകർന്ന രീതിയിലുള്ള കെട്ടുകളിലൊക്കെ തന്നെയാണ് രോഗികൾക്ക്, കിടപ്പ് രോഗികൾ വരികയാണെങ്കിൽ അവർക്ക് കിടന്ന് ചികിത്സിക്കേണ്ടി വരിക. വനിതാ വാർഡിലെ ശൗചാലയത്തിന്റെ മുകൾ ഭാഗത്തിന്റെ അവസ്ഥയാണ്. ആ കോൺക്രീറ്റുകളൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും തകർന്ന് താഴേക്ക് വീഴാവുന്ന അവസ്ഥയാണ്. പ്രൗഢിയിൽ തലയുയർത്തി നിന്നിരുന്ന ആശുപത്രിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മുൻപ് ഭരിച്ച ജനപ്രതിനിധികളുടെ അനാസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പാവങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പാവങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് മരുന്നുകളില്ല, ഡോക്ടേഴ്സ് ഇല്ല. ആ ഒരു വിഷയം വളരെ ഉള്ള വിഷയമാണ്. മയ്യനാട്ടെ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്ന സമയത്ത് തന്നെ ആശുപത്രി നവീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി. ആദ്യത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ ഉണ്ടാവും. ഗവൺമെന്റിനോട് കർശനമായി ഞങ്ങൾ ആവശ്യപ്പെടും ഇതിന്റെ നിലവാരം മെച്ചപ്പെടുത്തണം. കാരണം ഇപ്പൊ FHSCയുടെ നിലവാരത്തിലേക്ക് ഈ ആശുപത്രിയെ തരം താഴ്ത്തിയിരിക്കുകയാണ്. മഹാനായ സി കേശവന്റെ പേരിലുള്ള ഒരു ആശുപത്രിയാണ്. അതിനേക്കാൾ ഉപരി സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർക്ക് ആശ്രയമായിരുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അത് തകർന്നു പോകാതിരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഒരു വലിയ സ്മാരകം കൂടിയാകും തകർക്കപ്പെടുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.